കോഴിക്കോട് ബേക്കലിൽ നിർമ്മിക്കുന്ന റെയിൽവേ ഗസ്റ്റ് ഹൌസ് നിർമ്മാണം കോടതി സ്റ്റേ ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ അതിഥി മന്ദിരം നിർമ്മിക്കുന്നതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും റെയിൽവേ പാലക്കാട് ഡിവിഷൻ എഞ്ചിനീയർമാരും റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. റെയിൽവേ ജനറൽ മാനേജർ അടക്കമുള്ള ഉന്നതർക്ക് താമസിക്കാൻ കഴിയും വിധം മികച്ച നിലവാരമുള്ള 2 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. അതിഥി മന്ദിരത്തിന്റെ അടിത്തറ നിർമ്മിക്കാൻ 10ഓളം പില്ലറുകൾക്ക് കുഴിയെടുക്കുകയും കമ്പികൾ എത്തിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതോടെയാണ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തന്റെ ഹോട്ടലിൽ നിന്നുള്ള കടൽ കാഴ്ച മറയുമെന്നാണ് ഹോട്ടൽ ഉടമയുടെ വാദം. അതിനാൽ അതിഥി മന്ദിര നിർമ്മാണം 100 മീറ്റർ മാറ്റണമെന്നാണ് ഹോട്ടൽ ഉടമയുടെ ആവശ്യം. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും റെയിൽവേ പാലക്കാട് ഡിവിഷൻ എഞ്ചിനീയർമാരും റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. ഒരു കാരണവശാലും ഈ ഹോട്ടൽ നിർമ്മിക്കുന്ന ആളിൻ്റെ വാശിക്കൊരു കുറവുമില്ല. സുപ്രീം കോടതി വരെ അവർ ഈ കേസുമായി പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ കേസ് അവസാനിപ്പിക്കാൻ റെയിൽവേ മുൻകൈ എടുത്താൽ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി റെയിൽവേക്ക് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. മാത്രമല്ല, റെയിൽവേയുടെ കൺസെൻ്റ് ഇല്ലാതാണ് ഈ കെട്ടിടം പണിയുന്നതെങ്കിൽ റെയിൽവേക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും പറ്റും, ഈ കൺസ്ട്രക്ഷൻ അടിയന്തരമായി നിർത്തിവെക്കാൻ. ഇതിൻ്റെ പാലക്കാട്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇതല്ലേ ഒരു സ്റ്റേഷൻ്റെ പരിസരമാണ് കാണുന്നത്. നമുക്ക് അന്താരാഷ്ട്ര റിപ്പോർട്ട് നമ്മളെ ഒരു ജില്ലക്ക് പോലെ അവമാനമാണിത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ്റെ പൊതുസ്ഥിതി ഇല്ലല്ലോ. ഇത് മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരും ആഗ്രഹം. റെയിൽവേയുടെ സമ്മതത്തോടു കൂടിയാണ് നിർമ്മാണമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇത്തരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ റെയിൽവേയുടെ പല അനുമതികളും കിട്ടേണ്ടതുണ്ട്. എന്നാൽ യാതൊരു അനുമതിയും റെയിൽവേ നൽകിയിട്ടില്ലെന്നാണ് പാലക്കാട് റെയിൽവേ എഞ്ചിനീയർമാർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. റെയിൽവേയുടെ അനുമതിയില്ലാതെയാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നതെങ്കിൽ സ്റ്റേ നൽകാൻ റെയിൽവേക്ക് തന്നെ സാധിക്കും. നിലവിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ കാസർഗോഡ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനൊപ്പം തന്നെ കാഞ്ഞങ്ങാട്, നീലേശ്വരം, ബേക്കൽ സ്റ്റേഷനുകളെ കൂടി ഉൾപ്പെടുത്താനുള്ള നടപടിയും നടന്നുവരികയാണ്. ബേക്കലിന്റെ ടൂറിസം സാധ്യതയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു അതിഥി മന്ദിരത്തിന്റെയും നിർമ്മാണം. ന്യൂസ് മലയാളം, കാസർഗോഡ്.